സാംസ്കാരിക കേരളത്തിന്റെ സമരവീര്യത്തിന് ചുവപ്പ് നിറം നൽകിയ പുന്നപ്ര വയലാർ സമരങ്ങൾ കേവലം ചില പ്രദേശങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളായിരുന്നില്ല, മറിച്ചത് മനുഷ്യത്വത്തിന്റെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു. സ്വേച്ഛാധിപത്യത്തിന്റെയും ജന്മിത്വത്തിന്റെയും ഇരുമ്പു മറകൾക്കുള്ളിൽ ശ്വാസം മുട്ടിയ ഒരു ജനത തങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി സ്വയം ബലി നൽകി ഇതിഹാസമാണത്. 1946 ആ കറുത്ത നാളുകളിൽ തിരുവിതാംകൂർ മണ്ണിൽ സർ CP രാമസ്വാമി അയ്യർ എന്ന ദിവാന്റെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ പട്ടിണിയും പരിവട്ടവും തൊഴിലില്ലായ്മയും കൊണ്ട് വലഞ്ഞ ഒരുവറ്റം തൊഴിലാളികൾക്ക് മുന്നിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അടിമകളായി മരിക്കുക, അല്ലെങ്കിൽ പോരാടി മരിക്കുക. അവർ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുത്തു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന ആ മുദ്രാവാക്യം വെറുമൊരു വാക്കല്ലായിരുന്നു, അത് ആത്മബോധത്തിന്റെ സ്ഫോടനമായിരുന്നു. തോക്കുകളും അത്യാധുനിക ആയുധങ്ങളുമായി സജ്ജരാക്കിയ രാജകീയ സൈന്യത്തിന് മുന്നിലേക്ക് വെറും തെങ്ങിൻ തടി ചെത്തിക്കൂർപ്പിച്ച വാരിക്കുന്തങ്ങളുമായി ആ സാധാരണ മനുഷ്യർ പാഞ്ഞെടുത്തത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ലോകം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ യുക്തിയുടെ പേരാണ് ത്യാഗം. തങ്ങൾ എഴുതിവിടുന്ന വാരിക്കുന്തങ്ങൾ പട്ടാളത്തിന്റെ വെടിയുണ്ടകളെ തടയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ തങ്ങളുടെ നെഞ്ചിൽ തറക്കുന്ന ഓരോ വെടിയുണ്ടയും ഈ നാടിന്റെ മോചനത്തിലേക്കുള്ള ചവിട്ടുപടികളാകുമെന്ന് അവർ വിശ്വസിച്ചു. പുന്നപ്രയിലെ മണ്ണിലും വയലാറിലെ കായലോരങ്ങളിലും ചിതറിയത് കേവലം ചോരയായിരുന്നില്ല, മറിച്ചൊരു ജനതയുടെ സ്വാതന്ത്ര്യദാഹമായിരുന്നു. വയലാറിലെ ക്യാമ്പ് പട്ടാളം വളഞ്ഞപ്പോൾ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും പിന്തിരിഞ്ഞോടാൻ കൂട്ടാക്കാതെ പോരാടിയ ആ ധീരർ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമരവീര്യത്തിന്റെ അടയാളങ്ങളായിട്ട് മാറി. പുഴകളും തോടുകളും രക്തം കൊണ്ട് ചുവന്ന ആ ദിനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക പരിവർത്തനത്തിന് ആക്കം കൂട്ടി. ആ രക്തസാക്ഷിത്വത്തിന് മുന്നിലാണ് സർ CPയുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം തകർന്നു വീണത്. ചരിത്രം എപ്പോഴും വിജയികളുടേതാണ് എന്നാണ് എല്ലാവരും പറയാറ്. എന്നാൽ തെറ്റിപ്പോയിടത്താണ് പുന്നപ്രയും വയലാറും പ്രസക്തമാകുന്നത്. ആയുധങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടെങ്കിലും ത്യാഗങ്ങൾ കൊണ്ട്, ആശയങ്ങൾ കൊണ്ട് വിജയിച്ച മനുഷ്യരുടെ കഥയാണ് അത്. ആ ധീര ബലിദാനിതകൾ പാകിയ വിത്തുകളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യവും അവകാശബോധവും. അതുകൊണ്ട് തന്നെ പുന്നപ്രയും വയലാറും വെറുമൊരു സമര ചരിത്രമല്ല, അത് ഓരോ മലയാളിയുടെയും സ്വാതന്ത്ര്യത്തിന്റെ കനലായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. മലയാളി അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്നും ഒരു പൊട്ടിത്തെറി പോലെ ഒരു ഉൾത്തെറിഞ്ഞേൽപ്പ് സാധ്യമാക്കിയ പുന്നപ്രയും വയലാറും സമര അഗ്നിയിൽ തീർത്ത, അല്ലെങ്കിൽ കാലം കൊത്തിവെച്ച ഒരു തങ്കലിപിയായ വാക്കായിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. പുന്നപ്രയിലെയും വയലാറിലെയും രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്